ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സിലേക്ക് പോവാം. അതിന് മുന്നേ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? രണ്ട് കൈകളും ചേർത്ത് വെക്കുക. പോസിറ്റീവ് കാര്യങ്ങൾ എന്നിലേക്കും എൻ്റെ പേഴ്സണിലേക്കും അട്രാക്റ്റ് ആകുകയും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും എൻ്റെ പേഴ്സണിൽ നിന്നും റിമൂവ് ആവുകയും ചെയ്യുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് ഡെവിളാണ്. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് ഒത്തിരി പേര് ഇപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, ലെസ് കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. കാരണം ഈ ഒരു തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഈ ഒരു അകൽച്ച വരാൻ കാരണം തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം തന്നെയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അവർ ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട് നിങ്ങളും അവരും തമ്മിൽ അകലാനായിട്ട്. അല്ലെങ്കിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി വ്യൂവേഴ്സിന് അവർ മൂലമാണ്, അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ കേട്ടിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയതെന്ന് യൂണിവേഴ്സ് പറയുന്നു. സെക്കൻഡ് കാർഡ് എന്ന് പറയുമ്പോൾ കിങ് ഓഫ് വാൻസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സിറ്റുവേഷൻ തരണം ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. കിങ്ങിൻ്റെ എനർജി തന്നെയാണ് ഇന്നും കിട്ടിയിട്ടുള്ളത്. അവർ ഉറച്ച നിലപാടോട് കൂടിയിട്ട്, ഒരു ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു രാജാവ് തീരുമാനമെടുക്കാന്ന് പറയുമ്പോൾ അവർ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം തീരുമാനമെടുക്കുക, അവരുടെ പ്രജകൾക്ക് വേണ്ടിയിട്ടായിരിക്കണം തീരുമാനമെടുക്കുക, അല്ലേ? അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു തീരുമാനമെടുക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നീതി തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. രാജാവാകുമ്പോൾ നീതി തരണമെന്ന് ആഗ്രഹിക്കും, ഇല്ലേ? അപ്പോൾ അവർ നിങ്ങൾ എന്ന വ്യക്തിക്ക് നീതി തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ വരാനായിട്ട് ഈ തേർഡ് പാർട്ടി എങ്ങനെ പ്രവർത്തിച്ചോ ആ ഒരു പ്രവൃത്തിയുടെ ഫലം കുറേ നാളൊക്കെ അവർ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലൂടെ പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ കാലം അവർക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ നോ കോൺടാക്ട് സിറ്റുവേഷനാണ് അവരെ നിങ്ങളെ എന്താണെന്ന് മനസ്സിലാക്കിയത്, നിങ്ങളുടെ സ്നേഹം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തത്. നിങ്ങളിൽ നിന്ന് പോയ സമയത്ത് അവർക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആയിട്ട് ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം. എന്നാൽ പിന്നെ അവർക്ക് മനസ്സിലായി തുടങ്ങി നിങ്ങളാണ് യഥാർത്ഥ പ്രണയമെന്ന്. അപ്പം നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, ഉറച്ച നിലപാടെടുത്തിട്ടുണ്ട്. അവർ അവരുടെ കരിയർ ആണെങ്കിലും അവരുടെ ഫാമിലി ആണെങ്കിലും നയിക്കുന്ന ഒരു പേഴ്സണാണ്, ലീഡ് ചെയ്യുന്ന ഒരു പേഴ്സണാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. അപ്പോൾ ഒരു രാജാവ് ഒരു തീരുമാനമെടുക്കുന്നത് പോലെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. ഇത്രയും നാൾ അവർ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ലെസ് കോൺടാക്ട് സിറ്റുവേഷൻ ആയിരുന്നു. ആ ഒരു സിറ്റുവേഷൻ മാറാൻ പോകുന്നു എന്ന് ഇവിടെ ഈ കാർഡ് പറയുന്നുണ്ട്. ദ വീൽ. ഒരു വ്യക്തിക്ക് ഒരു മോശം സമയമുണ്ടെങ്കിൽ എന്തുകൊണ്ടും ഒരു നല്ല സമയമുണ്ടാകും, അല്ലേ? അത് ആർക്കായാലും അങ്ങനെ തന്നെയാണ്. ഇത്രയും നാളും നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഈ നോ കോൺടാക്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരു ഇരുണ്ട അധ്യായമായിരുന്നു. അപ്പോൾ വീല് തിരിഞ്ഞിട്ട് നിങ്ങളിലേക്ക് ഒരു വെളിച്ചം കൊണ്ടുവരാനായിട്ട് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരന്വേഷിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചതെന്ന്. അപ്പോൾ അങ്ങനെ അന്വേഷിക്കുമ്പോൾ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. വീൽ കാർഡ് നിങ്ങളിലേക്ക് കറങ്ങി വരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്താണോ നിങ്ങളും അവരും തമ്മിലുണ്ടായ സിറ്റുവേഷൻ അതുണ്ടാവാൻ പോകുന്നു. എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് അവർ മൂവ് ഓൺ ചെയ്തു പോയത്? ആ ഒരു കാര്യം തിരിച്ചറിഞ്ഞവർ നിങ്ങളിലേക്ക് വരുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് ഇപ്പോൾ ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിട്ടുണ്ടാവാം, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടാവാം. ഒരു മെസ്സേജിലൂടെയോ കോളിലൂടെയോ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ കോണ്ടാക്ട് ചെയ്യാത്തവർക്ക് ഇവിടെ തേർഡ് പാർട്ടി സ്ട്രോങ് ആണ്. അത് മാറും, കാരണം അവരുടെ മനസ്സിന് മാറ്റം വന്നിട്ടുണ്ട്. അവരുടെ മനസ്സ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു തുടങ്ങി. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവർക്ക് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഈ വീൽ കാർഡ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഇരുണ്ട അധ്യായം അവസാനിക്കാൻ പോകുന്നു, എൻഡാവാൻ പോകുന്നു. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വീൽ നിങ്ങളിലേക്ക് കറങ്ങുന്നു. ഇവിടെ അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 7 ഓഫ് പെൻറ്റക്കിളാണ് കാണിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഒരു വിത്ത് യൂണിവേഴ്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ആ വിത്ത് മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. വിത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളോടുള്ള സ്നേഹം. ആ സ്നേഹം മുളച്ചിട്ടിപ്പോൾ ഒരു ചെറിയൊരു തൈയായി മാറിയിട്ടുണ്ട്. ആ തൈയിൽ നിന്നുള്ള പെൻറ്റക്കൾ ഇപ്പോൾ നിങ്ങളിലേക്ക് തരുവാനായിട്ട് നിൽക്കുന്ന ആ സ്നേഹത്തെയാണ് കാണിക്കുന്നത്. അത് വരും, നിങ്ങളിലേക്ക് എത്തുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം ആ ഒരു ചെടി മുളച്ച് അത് അതിൻ്റെ പൂർണ്ണതയിലെത്താൻ കുറച്ച് കാലതാമസമുണ്ട്, ഇല്ലേ?
പെട്ടെന്നൊരു വൃക്ഷം ആയി മാറുമോ? ഇല്ലല്ലോ. അപ്പോൾ അതിലേക്ക് എത്താനായിട്ടുള്ള ആ ഒരു കാലതാമസത്തെയാണ് ഇവിടെ വീല് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർക്ക് യൂണിവേഴ്സിന്റെ സൈഡിൽ നിന്നും ഒരു മാറ്റം കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സ്ട്രോങ് ആണ്, അത് വേറെ കാര്യം. എന്നാൽ അവരുടെ ഉള്ളിൽ നിങ്ങൾ എന്ന വ്യക്തിയിലേക്കുള്ള സ്നേഹവും കരുതലും തരാനായിട്ട് അവർ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ഒരു ആഗ്രഹം അതിൻ്റെ ഒരു ശൈശവ ദിശയിലാണ്. അത് ചിലവർക്ക് കുറച്ച് താമസം എടുത്തേ വരുള്ളൂ. എന്നാൽ കുറച്ച് പേർക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു സ്നേഹവും ആ കരുതലും നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹമുണ്ട്, കരുതലുമുണ്ട്. അവർ ചെയ്ത തെറ്റിനെ ഓർത്ത് അവർ വിലപിക്കുന്നുണ്ട്. ആ തെറ്റെങ്ങനെ തിരുത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് തിരുത്തി നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഏസ് ഓഫ് സ്വാർട്സ് കാർഡിലൂടെ. ഏസ് ഓഫ് സ്വാർട്സ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂ ഐഡിയ ആണ് കാണിക്കുന്നത്, ഒരു ക്ലാരിറ്റിയാണ് കാണിക്കുന്നത്, അവരുടെ ചിന്തയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു മെമ്മറി ആൻഡ് തോട്ടിനെയാണ് കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി വ്യൂവേഴ്സിൽ ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷനെ കാണിക്കുന്നു. അവർ മെസ്സേജായിട്ടും കോളായിട്ടും നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു സക്സസിനെയാണ് കാണിക്കുന്നത്. ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് എവിടെ എൻഡായി പോകുന്ന ഒന്നല്ല, നിങ്ങളിലെ അവസാനിക്കുമെന്ന് യൂണിവേഴ്സ് പറയുന്നു. അപ്പോൾ ഇതുവരെ ഉണ്ടായ സിറ്റുവേഷൻ എന്തായി നിങ്ങളിലേക്ക് നോക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി, ഇനി എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി, നിങ്ങളിലേക്ക് സ്നേഹം തരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജി, അവർ ന്യൂ ഐഡിയ കൊണ്ടുവരുന്നു. നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താവണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നവരായിരിക്കാം. ഈ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അവരുടെ ഫാമിലിയോ അവരുമായി ബന്ധപ്പെട്ട അവരുടെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന എനർജീസ് ഉണ്ട്. അതായത് മെമ്മറി ആൻഡ് തോട്ട് എന്ന് പറയുമ്പോൾ അവരെങ്ങനെ മാറ്റിയെടുക്കാമെന്ന് ചിന്തിക്കുന്നുണ്ട്, അവർ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പം നിങ്ങളിലേക്ക് ഒത്തിരി ആഗ്രഹത്തോട് കൂടിയിട്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലൂടെ ന്യൂ ഐഡിയയിലൂടെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. ഇവിടെ അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ നൈറ്റ് ഓഫ് വാൺസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ ഡ്രീമിനെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഡ്രീം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇഷ്ടവും പ്രണയമൊക്കെയാണ് അല്ലേ. അത് നിങ്ങളിലേക്ക് വരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ആ വീലൊന്ന് തിരിഞ്ഞു വരേണ്ട ഒരു സാവകാശം നമുക്ക് കൊടുക്കാം. ഈ മനസ്സിലെ പ്രണയം എന്ന് പറയുന്നത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തേണ്ട ഒരു സാവകാശം നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് അവരൊരു കോളോ മെസ്സേജോ ഒക്കെ തരുമ്പോൾ അതുവരെ തളർന്നിരുന്ന നിങ്ങൾ ഒരു കറേജ് കിട്ടിയ പോലെ തോന്നുന്നു. അതീവ സന്തോഷവതിയോ സന്തോഷവാനോ ഒക്കെ ആവുന്നു. നിങ്ങളുടെ ആഗ്രഹം സഫലമാകുമ്പോൾ നിങ്ങൾ സന്തോഷിക്കല്ലാതെ എന്താ ചെയ്യുക അല്ലേ. അത് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ സന്തോഷം നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സ് മാറുന്നു. തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും സ്ട്രോങ് ആണ്, ഇല്ല എന്നല്ല പറയുന്നത്. അത് തരണം ചെയ്ത് നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നൊരു ബ്ലെസ്സിങ്സ് ഉണ്ട്. നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രാർത്ഥനയുടെ ഫലമായിരിക്കണം, നിങ്ങളുടെ ആഗ്രഹത്തെ ആയിരിക്കണം. അത് തന്നെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് വരുവാൻ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവണമെന്ന് അവരും നിങ്ങളെ പോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ മനസ്സെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളോടുള്ള പ്രണയത്തെയാണ് കാണിക്കുന്നത്. അതവിടെ പൂവിട്ട് കഴിഞ്ഞു, അതവിടെ തുടക്കം കുറിച്ച് കഴിഞ്ഞു. അത് നിങ്ങളിലേക്ക് എത്താനായിട്ടുള്ള ഒരു സാവകാശമാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത്. അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക. അത്രമേൽ നിങ്ങളെ തന്നെ സ്നേഹിച്ച് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. അവർക്ക് വേണ്ടി ഒരു സമയം കൊടുക്കുക, ഒരു സാവകാശം കൊടുക്കുക. പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അവരെന്തൊക്കെ ചെയ്താലും, ഈ തേർഡ് പാർട്ടി എന്തൊക്കെ ചെയ്താലും അത് കർമ്മ എന്ന് പറയുന്നത് എൻ്റെ ആവണം. യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ട്. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. അത് എൻ്റെ ആവും. കാരണം നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് അത്രയും വിശ്വാസത്തോടു കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന എനർജീസിന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും. എത്ര തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും നിങ്ങളിലേക്ക് മടങ്ങി വരും. നിങ്ങളുടെ സന്തോഷത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പൊ 2 ദിവസമായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് ഈ കാർഡ്സിലൂടെ എടുത്തെടുത്ത് കാണിക്കുന്നത്. അത് അവിടെ സ്ട്രോങ് ആണ്. അപ്പൊ അതുണ്ടാക്കണമെങ്കിൽ നമുക്കൊരു മായാജാലം ആവശ്യമില്ല. നമുക്ക് ആവശ്യം മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു മനസ്സിനെയാണ്. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുക. ആരോടൊക്കെയും ദേഷ്യം ഉണ്ടെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിലും അതെടുത്ത് മാറ്റുക. സെൽഫ് ലവ് ചെയ്യുക. യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. മെഡിറ്റേഷനും മാനിഫെസ്റ്റൊക്കെ ചെയ്ത് പുലർച്ചെ ആ 3 മണി സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. അത് നിർത്താതെ കണ്ടിന്യൂ ചെയ്ത് പോവുക. നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയായാലും യൂണിവേഴ്സിന്റെ കരങ്ങളിലാണ് ആ ആഗ്രഹം ഇരിക്കുന്നത്. അതെന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ
ആ ഒരു പവർ അനുസരിച്ചിരിക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരുന്നതിൻ്റെ ആ ഒരു തീവ്രതയും. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുമ്പോൾ കറണ്ട് സിറ്റുവേഷനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു ബാലൻസ് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ 2 ഓഫ് പെൻഡക്കിൾ ബാലൻസിനെയാണ് കാണിക്കുന്നത്. അവരുടെ ഫാമിലി, അവരുടെ കരിയർ, അവരുമായി ബന്ധപ്പെട്ടത് ആരൊക്കെയാണെങ്കിലും അവരെയും നിങ്ങളെയും തമ്മിൽ ബാലൻസിൽ കൊണ്ടുപോകണമെന്ന് അവരാഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. അത് അവരിലേക്കുള്ളൊരു മാറ്റമാണ്. ഇത്രയും നാൾ അവർ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഒരു ബാലൻസിൽ കൊണ്ടുവരണമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവോ? ഇല്ല. അത് ഇവിടെ വീല് കറങ്ങി വരുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന യൂണിവേഴ്സ് കേൾക്കുന്നുണ്ട്. അവരിലേക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങിയെന്ന് തന്നെയാണ് ഇത്രയും കാർഡ്സ് പറയുന്നത്. നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അതിനുള്ളൊരു സമയവും സാവകാശം നിങ്ങൾ കൊടുക്കാനാണ് പറയുന്നത്. വെയിറ്റ് ചെയ്യൂ, പോസിറ്റീവ് തിങ്കിങ്, അത്രയും ഞാനും പറയുന്നുള്ളൂ. നമുക്ക് ഒന്ന് ക്ലാരിഫിക്കേഷൻ വരുത്താനായിട്ട് നമ്മൾ ടൈം കാർഡ് കൂടെ ഒന്ന് എടുത്ത് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ടൈം കാർഡ് എന്ന് പറയുമ്പോൾ അപ് ടു 5 വീക്സ് എന്നാണ് പറയുന്നത്, 5 ആഴ്ച. സെക്കൻഡ് കാർഡ് ഇൻ 18 ഡേയ്സ് എന്നാണ് പറയുന്നത്, 18 ദിവസം. തേർഡ് കാർഡ് 15 ഡേയ്സ് എന്നാണ് പറയുന്നത്, 15 ദിവസം. ഫോർത്ത് കാർഡ് പറയുന്നത് വിത്തിൻ 5 മന്ത്സ് എന്നാണ് പറയുന്നത്, 5 മാസം. അതെന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ തേർഡ് പാർട്ടി അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികൾക്കാണ് ഈ ഒരു 5 മാസത്തെ ഒരു കാലയളവ് പറയുന്നത്. അല്ലാത്തവർ നല്ലപോലെ പ്രാർത്ഥിക്കുക. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ്, ഈ 4 കാർഡ്സിൽ ഒരു കാർഡ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. പോസിറ്റീവ് തിങ്കിങ്ങോട് അട്രാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായി തന്നെയാണ് പറയുന്നത്. ഈ റീഡിംഗ് കാണുന്ന എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും ഒരേ എനർജി അല്ല, ഡിഫറെൻ്റ് എനർജിയാണ്. നിങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്, മെഡിറ്റേഷൻ ചെയ്യുന്നത്, മാനിഫെസ്റ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സും കരുതലും ഉള്ളതായി തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങളിലേക്ക് വരുവാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി എൻഡ് ആവാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും ആ സിറ്റുവേഷൻ മാറിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഈ റീഡിങ് ഞാനിവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എനിക്ക് പേഴ്സണലായിട്ടും അല്ലാതെയും കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. ഇനി പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക്, കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും ഒരേപോലെയല്ല റീസണേറ്റ് ആവുക. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ സ്വന്തം നിംസ്.